ബെനാമി ഇടപാട് പരാതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ PP ദിവ്യയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. വിവിധ കരാറുകളിൽ PP ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ. KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിന്റെ പരാതിയിലാണ് സർക്കാർ ഹൈക്കോടതിയെ നിലപാട് അറിയിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, സർക്കാരിന്റെ വാദം എന്താണ്? ഇതോടെ ഈ പരാതിയിൽ മുന്നോട്ടുള്ള നടപടി എന്തായിരിക്കും? 2020-21 കാലഘട്ടത്തിൽ, അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ദിവ്യയുടെ ബെനാമി പേരിലുള്ള സ്ഥാപനത്തിന് കരാർ ലംഘിച്ചുകൊണ്ട് പല കരാർ ലഭിച്ചു എന്നുള്ളതായിരുന്നു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷമ്മാസിന്റെ പരാതി. ഈ പരാതി വിജിലൻസിനായിരുന്നു ആദ്യം നൽകിയത്. വിജിലൻസിന്റെ അന്നത്തെ ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്കായിരുന്നു ഈ പരാതി തെളിവുകൾ സഹിതം അദ്ദേഹം നൽകിയത്. അതിനുശേഷവും മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം നടത്താത്തതിനെതിരെ ഹൈക്കോടതിയിൽ ഷമ്മാസ് സമീപിക്കുകയായിരുന്നു. ഈ ഹൈക്കോടതിയാണ് സർക്കാരിനോട് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന് ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട കഴമ്പുകൾ ഇല്ല, തെളിവുകൾ ഇല്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ണൂർ വിജിലൻസ് യൂണിറ്റ് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഈ എല്ലാം ഈ ടെൻഡർ വഴിയാണ് കരാറുകൾ നൽകിയിട്ടുള്ളത്. ദിവ്യയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. വേണമെങ്കിൽ ഇതിന്റെ ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തദ്ദേശ വകുപ്പ് അതിന്റെ വിജിലൻസ് ആയിരിക്കും അന്വേഷിക്കേണ്ടത്. അതിന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്താമെന്നുള്ളൊരു റിപ്പോർട്ടാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനായിട്ടുള്ള KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസിന്റെ തീരുമാനം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.